അല്ല, ഞാൻ അതിൻ്റെ മറ്റൊരു വിവാദത്തിലേക്കും പോകുന്നില്ല. ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും ഗവൺമെൻറ്റും എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട്. ഒരു വിവാദത്തിലും പോവാതെ കർണാടക ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനത്തെ കുറ്റപ്പെടുത്താനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അതല്ല വേണ്ടത്. അങ്ങനെ ചെയ്യുന്നൊരു രീതി പൊതുവേ ഇത്തരം ഘട്ടങ്ങളിൽ വേണ്ട എന്ന നിലപാടാണുള്ളത്. അത് പരമാവധി ആ നിലയിൽ തന്നെ ഇടപെട്ട് സഹകരിച്ച് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്തവരുണ്ട്. അവരെല്ലാം അംഗീകരിക്കുകയാണ്. അവരുടെ എല്ലാം കഠിനാധ്വാനത്തെ അതേ അർത്ഥത്തിൽ കാണുകയാണ്, എല്ലാ നിലയിലും കാണുകയാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. എന്നാൽ നമുക്കിനിയും സാധ്യതയില്ലേ? ആ സാധ്യത ഉപയോഗപ്പെടുത്തണ്ടേ? ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ നമ്മൾ പിറകോട്ടടിക്കുന്ന ഒരു നിലപാട് ഇത്ര തിരക്ക് പിടിച്ച് എടുക്കുന്നത് ശരിയാണോ? അങ്ങനെ എടുത്തു പോകുന്നത് ശരിയാണോ? ആ സാധ്യതകൾ കൂടി പരിശോധിക്കട്ടെ. ഇപ്പോൾ ഞാനീ പറഞ്ഞ 3 സാധ്യതകൾ യോഗത്തിൽ കർണാടക ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവരും അംഗീകരിച്ചാണ്, ജില്ലാ ഭരണകൂടം അംഗീകരിച്ചാണ്, എല്ലാവരും ഒരുമിച്ച് അംഗീകരിച്ചാണ്. അത് സാധ്യതയാണെന്ന് കണ്ടതുകൊണ്ടാണല്ലോ അംഗീകരിച്ചത്. എന്തെങ്കിലും ഒരു സാധ്യത, അതൊരു ശ്രമം, അതിൽ നമ്മളൊരു 1% പിറകോട്ട് പോയാൽ നമ്മൾ ദൗത്യം തടസ്സമാകും, ലക്ഷ്യത്തിലെത്തുന്നതിന് തടസ്സമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തണം. ഇതാണ്. അതുകൊണ്ട് മറ്റാരെയും കുറ്റപ്പെടുത്താൻ തുടക്കം മുതലേ ഞങ്ങളെടുത്തൊരു നിലപാടിൽ പിറകോട്ടൊന്നും പോകുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകാനൊന്നും താല്പര്യമില്ല. പക്ഷേ എടുത്ത തീരുമാനം 3 കാര്യങ്ങൾ നടപ്പിലാക്കാതെ പെട്ടെന്ന് ഞങ്ങൾ ആരുമായും ബന്ധപ്പെടാതെ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുന്നത് ശരിയല്ല. അതിൽ നിന്നും കർണാടക ഗവൺമെൻറ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിറകോട്ട് പോകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കേണ്ടത്. ഈ ദൗത്യത്തിന് നേരിട്ട് കേരള സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടോ? അല്ല, കേരള സർക്കാർ ചെയ്യാൻ പറ്റുന്ന, ഭരണഘടനാപരമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും കേരള സർക്കാർ ചെയ്യുന്നുണ്ട്. ഈ സംഭവം നടന്ന അന്ന് മുതൽ ഞങ്ങൾ എല്ലാ നിലയിലും അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അത് കോൺടാക്ട് ചെയ്ത് പരമാവധി ആ നിലയിൽ തന്നെ ഇടപെട്ടു. പിന്നെ ഒരു MLA-മാരുടെ ഒരു സംഘത്തെ പറഞ്ഞയച്ചു. മറ്റൊരു സ്റ്റേറ്റാണ്, അവിടെ പോയി മന്ത്രിമാർ തമ്പടിച്ച് നിന്ന് കാര്യങ്ങൾ, മറ്റൊരു സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല, നമുക്കറിയാം. എന്നാൽ ഒരു 8-10 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ട് പോയി. കാരണം ഇതുണ്ടായ ഉടനെ തന്നെ പോകുന്നതും ഒരു ഉടനെ പോയാൽ അത് വേറെ നിലയിലുള്ള സംസാരം വരും, മറ്റു നിലയിൽ ഇടപെടുന്നു എന്നുള്ള അങ്ങനെയൊന്നും ആവശ്യമില്ല. അവരെ വിശ്വാസമുള്ളത് കൊണ്ടാണ്, ആ ഗവൺമെൻറ്റിനെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ചെയ്തത്. ആ നിലയിലാണ് നിലപാട് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് അവിടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പോയി. ആ പോയതിൻ്റെ ഭാഗമായിട്ട് ചില ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു, അത് തീരുമാനിച്ചു. ആ തീരുമാനം അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട കർണാടക ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്നവർ പ്രഖ്യാപിച്ചു. നിങ്ങളൊക്കെ TV യിൽ കണ്ടതല്ലേ? ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എന്താണ് നടപ്പിലാക്കാത്തത്? ഇത് ന്യായമായൊരു ചോദ്യമല്ലേ? ഇതൊരു മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ചോദ്യമല്ല, ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള ചോദ്യമാണ്. ഈ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേരെ കണ്ടെത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത ഉപയോഗപ്പെടുത്തണമെന്ന് ലോകത്ത് എവിടെയുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ഒരു ചിന്തയാണ് ഞാൻ പങ്കുവെക്കുന്നത്. ആ നിലയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച തീരുമാനത്തിൽ നിന്നും കർണാടക ഗവൺമെൻറ് പിറകോട്ട് പോകണമെന്നുള്ളത് അഭ്യർത്ഥിക്കുക. ഈ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ബാക്കി നമുക്ക് പിന്നീട് സംസ്ഥാനങ്ങളിൽ നിന്ന് വരേണ്ടതെന്നാണ് അവർ പറയുന്നത്. ബാർജ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ തീരുമാനം എടുക്കുന്ന സമയത്ത് ഇതായിരുന്നില്ലല്ലോ അഭിപ്രായം. തീരുമാനം എടുക്കുന്ന സമയത്ത് ഇങ്ങനൊരു അഭിപ്രായം വന്നില്ലല്ലോ. നമ്മളിത് എല്ലാ ഭാഗവും അന്വേഷിച്ചിട്ടാണല്ലോ നമ്മളിതൊക്കെ പറയുക. നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടവരാണ്. എല്ലാ കാര്യവും അന്വേഷിച്ച്, എല്ലാ സംവിധാനവും അന്വേഷിച്ചിട്ടല്ലേ ഒരു യോഗത്തിൽ തീരുമാനമായിട്ട് വരിക. ഒരു യോഗത്തിൽ തീരുമാനമാകുന്നു, അതൊരു രഹസ്യ തീരുമാനമല്ല, അത് പരസ്യപ്പെടുത്തുന്നു. അങ്ങനെ പരസ്യപ്പെടുത്തിയ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നെ പിറകോട്ട് പോകുന്നത് ഇവിടെ ഇല്ല, അവിടെയാണ്, അവിടെ ഇല്ല, ഇവിടെയാണെന്ന് പറയുന്നത് ഒരു സർക്കാർ സംവിധാനത്തിൽ ശരിയാണോ? അതുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടിൽ നിന്നും കർണാടക ഗവൺമെൻറ് പിറകോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുക.